കളർകോട് അപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ കാവാലത്തെ വീട്ടിൽ ആരംഭിച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കയ്യിൽ വാങ്ങിച്ചിരിക്കുന്ന എല്ലാവരും വലിച്ചെറിയാതെ കഴിവതും അടുത്ത് നിന്ന് സമർപ്പിക്കാവുന്നതാണ്. ദൂരെ നിൽക്കുന്നവർ കൈമാറി കൊടുക്കാൻ ശ്രദ്ധിക്കാം. മരിച്ചവരിൽ രണ്ടുപേരുടെ സംസ്കാരം ഇന്നലെ തന്നെ നടന്നിരുന്നു. ഇന്നിപ്പോൾ അപകടത്തിൽ മരിച്ച ആയുഷ് ഷാജി കാവാലം സ്വദേശിയാണ്. ആയുഷ് ഷാജിയുടെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ച കൂടിയാണ് ആ വീട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത്. നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആയുഷ് ഷാജിയുടെ കാവാലത്തെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള മതപരമായ ചടങ്ങുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ആയുഷിന്റെ മാതാപിതാക്കളും ആയുഷുമൊക്കെ ഇൻഡോറിലായിരുന്നു താമസം. ഈ മെഡിക്കൽ പഠനത്തിനായാണ് ആയുഷ് അച്ഛന്റെ വീടായ കാവാലത്തെത്തിയത്. വീട് ഇവിടെ ആയതുകൊണ്ട് തന്നെ 3 മെഡിക്കൽ കോളേജുകളിൽ ആയുഷിന് അഡ്മിഷൻ കിട്ടിയിട്ടും അച്ഛന്റെ കുടുംബ വീട് ഇവിടെ ആയതുകൊണ്ട് ആയുഷ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഈ അപകടത്തിൽ ആയുഷ് അടക്കം 5 പേർ മരിച്ചു. ഇതിൽ ആയുഷിന്റെയും ഒപ്പം തന്നെ മലപ്പുറം സ്വദേശിയായ ദേവനന്ദന്റെയും സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. ദേവനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. മലപ്പുറത്താണ് ദേവനന്ദന്റെ വീടെങ്കിലും ദേവനന്ദന്റെ അച്ഛന്റെ വീട് കോട്ടയത്താണ്. അവിടെയാണ് സംസ്കാരം ഉച്ചയ്ക്ക് 2:30 നടക്കുക. ഇപ്പം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആയുഷ് ഷാജിയുടെ കാവാലത്തെ വീടാണ്. ഇവിടെ സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആയുഷിന്റെ മെഡിക്കൽ കോളേജിലെ സഹപാഠികൾ അടക്കമുള്ളവർ ഇവിടെ രാവിലെ തന്നെ എത്തിയിരുന്നു. മാത്രമല്ല ഇവർ ഇൻഡോറിലാണ് വർഷങ്ങളായി താമസം. അതുകൊണ്ട് തന്നെ ഇൻഡോറിലുള്ള ഇവരുടെ കുടുംബ സുഹൃത്തുക്കളും അടക്കമുള്ള ആളുകൾ ഇന്നലെയും ഇന്നുമൊക്കെ ഇവിടെ എത്തിയിരുന്നു. 10 മണിക്കായിരുന്നു സംസ്കാരം പറഞ്ഞതെങ്കിലും ഇനിയും കാണാൻ ആളുകൾ സുഹൃത്തുക്കളൊക്കെ എത്തുമെന്ന് പറഞ്ഞത് കൊണ്ട് അല്പസമയം കൂടി സംസ്കാരം ചടങ്ങുകൾ വൈകിയിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. മതപരമായ ചടങ്ങുകൾ പൂർത്തിയായി. ലീന പറഞ്ഞതുപോലെ തന്നെ തികച്ചും വൈകാരികമായ ഒരു സാഹചര്യമാണ് ഈ വീട്ടിൽ നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. ആയുഷിന്റെ അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അച്ഛനുണ്ട്. എല്ലാവരും തന്നെ നമുക്ക് പറയാവുന്നതിന് അപ്പുറമാണ് ഇവിടുത്തെ അവരുടെ ആ ഒരു ദുഃഖം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ആയുഷ് അടക്കം 5 പേർ മരിച്ച അപകടത്തെ സംബന്ധിച്ച് ആലപ്പുഴയിലെ മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വാഹനത്തിന്റെ ഈ മഴയായിരുന്നു. ഡ്രൈവർക്ക് കാഴ്ച മറഞ്ഞു. ഒപ്പം തന്നെ അമിത ഭാരം, ബ്രേക്ക് പിടിക്കുന്നതിലുണ്ടായ പാളിച്ച, ഡ്രൈവറുടെ ഒരു പരിചയക്കുറവൊക്കെ തന്നെ അപകടത്തിലേക്ക് നയിച്ചു എന്നാണ് ആലപ്പുഴ RTO ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ ആയുഷിന്റെ കൂട്ടുകാരടക്കമുള്ള 6 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവർക്ക് ക്രിട്ടിക്കൽ കെയർ വിദഗ്ധന്റെ അടക്കമുള്ള സേവനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ കെയർ വിദഗ്ധൻ ഇന്നലെ ഈ അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടികളെ പരിശോധിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. അതിനുശേഷം ഇവർക്ക് ഏത് രീതിയിലുള്ള പരിക്കേറ്റവർക്ക് ഏതൊരു രീതിയിലുള്ള ചികിത്സകളാണ് വേണ്ടത് എന്ന് സംബന്ധിച്ച കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കും. മാത്രമല്ല ഓരോ നിമിഷം ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യ പുരോഗതി വിലയിരുത്താനായി ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ലഭ്യമായ എല്ലാ ചികിത്സകളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ നൽകണമെന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടികളുടെ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആയുഷ് ഷാജിയുടെ സംസ്കാരം അല്പസമയത്തിനകം തന്നെ കാവാലത്തെ കുടുംബ വീട്ടിൽ നടക്കും. ഇതിനുള്ള മതപരമായ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ആയുഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ കുടുംബമായി വർഷങ്ങളായി ഇൻഡോറിലായിരുന്നു താമസം. ആയുഷ് +2 പഠനം വരെ ഇൻഡോറിലായിരുന്നു നടത്തിയത്. അതിനുശേഷം പാലായിൽ എൻട്രൻസ് കോച്ചിങ്ങിനായി വന്ന സമയത്തുമൊക്കെ ഇവിടുത്തെ
ആളുകളോടും പരിസരവാസികളോടും ഇവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്, ഇവരോടൊക്കെ വളരെ സൗഹൃദപരമായ അല്ലെങ്കിൽ സ്നേഹത്തോടെ സ്നേഹം പുലർത്തിയിരുന്ന ഒരു ആളായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞത്. ഈ കുട്ടനാട് കാവാലം വടക്ക് ഗ്രാമപഞ്ചായത്തിലാണ് ഇവരുടെ വീട്. ഒരു ഗ്രാമപ്രദേശമാണ്, അതുകൊണ്ട് സമീപത്തൊക്കെ നിറയെ വീടുകളുണ്ട്. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൗഹൃദപരമായ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ തന്നെ അവർക്കുമൊക്കെ ആയുഷിന് നല്ല പരിചയമായിരുന്നു. വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഇങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിൽ പോലും എല്ലാവർക്കും തന്നെ പ്രിയങ്കരനായിരുന്നു ആയുഷ് എന്ന് അയൽവാസികളും ഒക്കെ തന്നെ പറയുന്നു. എന്തായാലും ഒരു നാട് ഒന്നാകെ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാവാലത്തെ വീട്ടിൽ അച്ഛന്റെ തറവാട്ട് വീട്ടിലാണ് ഇപ്പോൾ ആയുഷിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ആയുഷിന്റെ സംസ്കാരം നടക്കുക. അതിനുള്ള ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ആയുഷിന്റെ മൃതദേഹം സംസ്കരിക്കും. വീണ. ശരി നിഷ, സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഒരു നാട് ഒന്നടങ്കം തേങ്ങലോടെ ആയുഷ് ഷാജിക്ക് വിട നൽകുകയാണ്.